ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ചിന്നു ജേക്കബ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാനൊരു ഫാംഡി വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈറോഡ് എൻ്റെ 6 വർഷത്തെ ഫാർമസി കോഴ്സിന് ശേഷം ഞാൻ നേരെ കാനഡയ്ക്ക് പോവുകയായിരുന്നു. കാരണം കാനഡയിലൊരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അവിടെ എത്തി എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പം ലൈസൻസ് കിട്ടണമെങ്കിൽ 3 ലെവൽ എക്സാം ഉണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസനത്തിനെ പറ്റി എൻ്റെ പല സുഹൃത്തുക്കൾ വഴിയും എൻ്റെ വീട്ടുകാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അതിലുപരി ആദ്യം ഒരു ആകുലതയായിരുന്നു, ഇത് എടുക്കാൻ പറ്റുമോ, ഉടമ്പടി നിബന്ധനകളൊക്കെ എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും ഞങ്ങൾ ഒരുമിച്ചാണ് കാനഡയ്ക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് ഞങ്ങൾ എന്തായാലും ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി 2022 നവംബറിൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കപ്പോൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമായിരുന്നു PR-ൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി. അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ആ ഒരു ഓപ്ഷൻ മാറ്റി വെച്ച് പാർട്ട് ടൈം ആയി പോയി. ഞങ്ങൾ രണ്ടുപേരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം ഒരു ദിവസം അടുത്ത മാസം ഡിസംബർ 18 ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല വിൻ്ററിൻ്റെ സമയമാണ്. അപ്പം ഞാൻ കറക്റ്റ് വീടെത്താറായപ്പം ഒരു റെസിഡൻഷ്യൽ ഏരിയ അത്. അപ്പം ഞാൻ വീട്ടിലേക്ക് എത്താൻ വേണ്ടി ക്രോസ് ചെയ്യുമായിരുന്നു. വഴിയുടെ നടുക്കെത്തിയപ്പോൾ എനിക്കറിയത്തില്ല, എന്നെ പെട്ടെന്ന് എന്തോ തട്ടിമറിച്ചിടുന്ന പോലെ എനിക്ക് തോന്നി. ഒരു വണ്ടി റൈറ്റ് ടേൺ എടുത്തപ്പോൾ അതെന്നെ ഇടിച്ചിടുമായിരുന്നു. പിന്നെ എനിക്കൊരു കുറേ നേരത്തിന് എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. കാരണം പിന്നെ ആരൊക്കെയോ എമർജൻസി വിളിച്ചു എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു. അവിടെ എത്തിയപ്പോഴെനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് ഓർത്തു, മാതാവേ, ഞാൻ ഉടമ്പടിയിലായിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഒരു സെക്കൻഡ് അങ്ങനെ ചിന്തിച്ചു പോയി. പക്ഷേ പിന്നെ അങ്ങോട്ട് ഞാൻ മാതാവിൻ്റെ കരുതൽ തിരിച്ചറിയുമായിരുന്നു മുന്നോട്ട്, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരെൻ്റെ എക്സ്റേയും എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കാലിനൊരു ഫ്രാക്ചറും കൈക്കൊരു കണ്ടീഷനായിട്ട് നല്ല ചതവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇപ്പം പുറത്തുള്ളവർക്കറിയാം, നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് എന്തുണ്ടായാലും ഒരു ദിവസം എമർജൻസി കാണിച്ചാൽ $1000, അതായത് നാട്ടിലെ ഒരു 60,000 രൂപയൊക്കെ വരും. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് വീട്ടുകാരോട് പോലും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്കാണ് എൻ്റെ കോളേജ് പൂർത്തിയായി, ഇൻഷുറൻസ് കറക്റ്റ് തീർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് എനിക്കൊരു അസിഡിറ്റിയുടെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ ഇൻഷുറൻസ് എക്സ്പയർ ആയെന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി വെച്ച് ഓക്കെ തന്നെ പൊക്കോളൂ എന്ന് വിചാരിച്ചു. അപ്പം ഹോസ്പിറ്റലുകാർ ചോദിച്ചപ്പോൾ എൻ്റെ കൈ കാണിക്കാൻ ഒരു ഇൻഷുറൻസും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെനിക്കൊരു കെയറും തന്നുമില്ല. അപ്പം ഒരു പെയിൻ കില്ലർ പോലും കിട്ടാൻ പറ്റാതെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. എനിക്കാണെങ്കിൽ ഞങ്ങൾ ബേസ്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പം സ്റ്റെപ്പ് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റെപ്പിൽ കൂടി ഇരുന്നാണ് അന്ന് ഇറങ്ങിയത് പോലും, അത്രയ്ക്കൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ എൻ്റെ കാലിലൊരു സ്ലിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റിൽ കിടക്കും. അപ്പം എനിക്കിനിയും കുറേ ചിന്തകളായിരുന്നു. കാരണം മുന്നോട്ട് ഇനി ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും ഒരു ഹെൽപ്പ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി ആ സമയത്ത് ഒരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. മാതാവ് അവളെ എൻ്റെ അരികെ നിർത്തിയ പോലെ എനിക്ക് തോന്നിയത്. അവൾ എൻ്റെ ഇൻഷുറൻസിലെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ ഇൻഷുറൻസ് എന്താ 1 വർഷം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആവാൻ ഒരു വഴിയില്ല, നമ്മൾ നോക്കിയതല്ല, അത് എക്സ്പയർ ആയത്, ഒരിക്കലും ആകാൻ വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പം അവളുടെ അക്കൗണ്ട് നോക്കി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കി. പക്ഷേ അവരുടെയൊക്കെ എക്സ്പയർ ആയി. പക്ഷേ എൻ്റെ മാത്രം 1 വർഷം എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മാതാവ് എന്നെ മനസ്സിലാക്കി തന്ന, മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ സാക്ഷ്യം അതായിരുന്നു. എൻ്റെ ഇൻഷുറൻസ് മാത്രം എങ്ങനെയോ 2023 ഓഗസ്റ്റ് വരെ അത് എക്സ്റ്റെൻഡഡ് ആയി കിട്ടി. അത് ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ല അത് എനിക്ക് എന്തോരം ആശ്വാസമായിരുന്നത്. കാരണം എൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റും ഒരു പൈസ പോലും എനിക്ക് കയ്യിൽ നിന്ന് എടുക്കേണ്ട വന്നില്ല. ആ ഒരു ഇൻഷുറൻസ് കൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിലെയും എല്ലാ ചിലവുകളും എല്ലാം നടന്നു. അതിലുപരി
എൻ്റെ കൂട്ടുകാരി അവളുടെ പഠനം പോലും ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന് അവൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് എന്തായാലും എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് അറിയായിരുന്നു. അപ്പം എൻ്റെ കാര്യത്തിനേക്കാളും കൂടുതൽ അവൾ എക്സാം പാസ്സാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ പഠിക്കുന്ന പോലും ഇല്ലായിരുന്നു. ഞാനിപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേണ്ടി നിന്നിട്ട് അവൾ ഈ പരീക്ഷ പാസ്സാവാതെ പോവരുത്. മാതാവ് ആ ഒരു കൃപയും ഞങ്ങൾക്ക് തന്നു. അവൾ എക്സാം പാസ്സായി. എനിക്ക് പോയതിൽ യാതൊരു സങ്കടമില്ല. കാരണം അതിലും വലിയൊരു അനുഗ്രഹവും തിരിച്ചറിവും മാതാവിൻ്റെ കരുതലും ഒക്കെ എനിക്ക് അറിയാൻ പറ്റി ഈ ഒരു സംഭവത്തിൽ കൂടെ. അതുപോലെ തന്നെ ഞാൻ അവിടെ പഠിച്ച കോഴ്സ് ഒരു ഫാർമസി ടെക്നീഷ്യൻ്റെ കോഴ്സായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഫുൾ ടൈം ജോലി എല്ലാം തുടങ്ങി. എനിക്കാണ് 2 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞതാണ്. പക്ഷേ 1 മാസം കൊണ്ട് അത്ഭുതകരമായിട്ട് മാതാവ് എൻ്റെ പ്രശ്നങ്ങളും മാറ്റി. ഞാൻ നടക്കാൻ തുടങ്ങി ഫെബ്രുവരി തൊട്ട്. അപ്പം എനിക്ക് ജോലിയും എല്ലാം ഡിലേ ആയി, ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ജോലി ഞാൻ തപ്പി. എൻ്റെ ബാച്ചിൽ നിന്ന് എനിക്ക് ആദ്യം ഒരു ലൈസൻസ്ഡ് ഫാർമസി ടെക്നീഷ്യനായിട്ടുള്ള ജോലി ചെയ്യാനൊരു അവസരവും മാതാവ് എനിക്ക് തന്നു. കുറച്ച് താമസം വന്നെങ്കിലും തന്നപ്പം മാതാവ് എനിക്ക് എല്ലാം സമൃദ്ധിയായിട്ട് തന്നു. അതും എനിക്ക് മാതാവ് തന്ന ഒരു കൃപയാണ്. പിന്നെ എൻ്റെ ഒരു നിയോഗം, എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന്, അവൾ 2.5 വയസ്സായിട്ടും അവൾ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അവൾ ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കും, പക്ഷേ അവൾ ഒന്നും സംസാരിക്കാറേ ഒന്നും പറയാറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനത് വിഷയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പം ചെറുതായിട്ടൊക്കെ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. അവർ സ്പീച്ച് തെറാപ്പിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, മാതാവ് ശരിയാക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങളിരുന്നു. മാതാവ് ഞങ്ങൾക്ക് അതും തന്നു. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു ബ്രദർ, ആ ചേട്ടൻ കാനഡയിൽ തന്നെ ഉള്ളതാണ്. ആ ചേട്ടൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ വിഷയം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടന് ലിംഫോമയായിരുന്നു. ചെയ്ത ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഫെയിലായി. അവസാനം അവരും ഉടമ്പടിയിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അഖണ്ഡ ജപമാലയൊക്കെ ചൊല്ലുമായിരുന്നു ആ ചേട്ടന് വേണ്ടി. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ മാതാവ് ആ ചേട്ടനും രോഗസൗഖ്യം കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളൊരു ചേച്ചിക്ക് കിഡ്നി ഫെയിലായിരുന്നു. അപ്പം ആ ചേച്ചിക്ക് ഒരു ഡോണറിനെ കിട്ടുക, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കിഡ്നി ഇപ്പം മാറ്റിവെച്ചു. ചേച്ചി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, പഴയതുപോലെ മിടുക്കിയായിട്ട് തിരിച്ചു വരുന്നു. പിന്നെ എൻ്റെ ഒരു നിയോഗം എൻ്റെ വീട് പണിയായിരുന്നു. അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ വീട്ടുകാർ ഞങ്ങളുടെ വീട് പണി ഒത്തിരി സാക്രിഫൈസ് ചെയ്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അതിൻ്റെ ലോണും ഒന്നും ശരിയാകുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ 2023 ജസ്റ്റ് ഒന്ന് കല്ലിടാനെങ്കിലും പറ്റണേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളായിരുന്നു, ഒരു തുടക്കം കുറിക്കാൻ പറ്റണേ എന്ന്. പക്ഷേ മാതാവ് ഞങ്ങളുടെ വീട് പണി ഓൾമോസ്റ്റ് വാർക്ക വരെ എത്തി. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും വരെ എത്തുമെന്ന്. ഇതൊക്കെ മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് എനിക്ക് നേർച്ച വസ്തുക്കളൊന്നും തന്നെ എനിക്ക് ലഭ്യമായിരുന്നില്ല. അപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. പിന്നെ ധ്യാനം എനിക്ക് കൂടാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും പറ്റാറില്ല. അപ്പം ഞാൻ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ധ്യാനം കൂടുമായിരുന്നു. പിന്നെ 1/2 hour ബൈബിള് വായിക്കുന്നത്. പണ്ടൊക്കെ ബൈബിള് എന്നും 1 അധ്യായം അല്ലെ 2 അധ്യായം ഒരു പേരിന് മാത്രമായിരുന്നു വായിക്കാറ്. ഇപ്പോൾ സിൻസിയറായിട്ട് എനിക്ക് ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും ആ ബൈബിൾ വായന കംപ്ലീറ്റ് ആകും ഞാൻ 1/2 hour. പിന്നെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഞാൻ രാവിലെയൊക്കെ എന്നെ സംബന്ധിച്ച് എഴുന്നേക്കാൻ വളരെ മടിയുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ 5 മണിയാകുമ്പോഴേ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. ആ പ്രാർത്ഥനയോടെ ദിവസം സ്റ്റാർട്ട് ചെയ്തില്ല എന്നെ സംബന്ധിച്ച് ഒത്തിരി ഇൻകംപ്ലീറ്റ് ആയ ഒരവസ്ഥയാണ് ഇത്. എനിക്ക് ഉടമ്പടിയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ ലൈഫ് തന്നെ നല്ല സ്കെഡ്യൂൾഡായിട്ട് തോന്നി. അതിനു മുമ്പ് എന്തൊക്കെയോ പോലെ ജീവിക്കുമായിരുന്നു. ക്രിസ്ത്യാനി ആണെന്നൊരു പേരുണ്ട്, പക്ഷേ പ്രാർത്ഥന ഇത്ര സിൻസിയറായിട്ട് ചെയ്യുവോ കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഉടമ്പടിയിലൂടെ അതാണ് എനിക്ക് മെയിൻലി മനസ്സിലായത്. പിന്നെ എല്ലാത്തിലും ഉപരി സിസ്റ്റർ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ്. അതാണ് ഈ ഉടമ്പടി കൊണ്ട് എനിക്ക് മെയിനായിട്ട് മനസ്സിലായത്. നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്ലാനിങ് തുടങ്ങുന്നത്. എനിക്ക് ഇത്രയും കൃപകൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും ആവേ 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 മരിയ.